ഹലോ ഹായ് നമസ്കാരം. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ. ഐശ്വര്യമായിട്ട് ചോറൊക്കെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാത്രം എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി പുട്ട് വെക്കണം. അപ്പോൾ ഇന്ന് ഞായറാഴ്ച നമ്മൾ ഫുഡ് കൊടുക്കുന്ന ദിവസമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ എല്ലാ ഞായറാഴ്ചയും ഇങ്ങനെ ഇടും കേട്ടോ. അപ്പോൾ അത് കാണുന്നവർക്കെങ്കിലും തോന്നിട്ട് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാൻ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പം പപ്പടവും പയറുമാണ് കേട്ടോ പുട്ടിന്. അപ്പം മോൾ പപ്പടമൊക്കെ ഒരിക്കും. ചാളയാണ് ഇന്ന് ചാളയാണ് മേടിച്ചത്. അപ്പോൾ പുട്ടൊക്കെ ആയി, പയറൊക്കെ വെന്ത്. ഇനി നമ്മൾ ഈ പച്ചക്കയും പയറും കൂട്ടൊരു അവിയൽ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ അങ്ങനെ കുറച്ച് പച്ചക്ക കൊണ്ടുവന്നായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു. പിന്നെ ചമ്മന്തി അരച്ച് വെച്ച്. ഇന്ന് പിന്നെ ചാള പൊരിച്ചതും ചാളക്കറിയും പയർ ഇങ്ങനെ അവിയൽ വെച്ചതും ഒക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പം കറികൾ ഇച്ചിരി കുറവായതുകൊണ്ട് പിന്നെ ചമ്മന്തിയും കൂടെ അങ്ങ് അരച്ച്. അങ്ങനെ ആ പച്ചക്ക നമ്മൾ ഉള്ളി വഴറ്റി അതിനകത്തിട്ട് പച്ചക്ക ഒന്ന് വേവിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കും കേട്ടോ. ഒന്ന് ഉടഞ്ഞ് വരുമ്പോൾ നമ്മൾ പയർ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൂടെ ചേർത്ത് നമ്മൾ അവിയലിൻ്റെ അരപ്പ് ഇടുമ്പം നമ്മുടെ ഈ പച്ചക്ക അവിയൽ റെഡിയായി. അപ്പോൾ ഇനി മോരും കാച്ചണം. അപ്പോൾ മോരും ഞാൻ അരച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി മീൻ കറി വെക്കണം, മീൻ വെട്ടണം, മീൻ കറിയും വെക്കണം. അപ്പോൾ ഇന്ന് നേരത്തെ കൊണ്ടു കൊടുക്കണം, കാരണം ഇന്ന് ചോറ് കൊടുക്കാൻ പോകാൻ മോനില്ല കേട്ടോ. മോൻ കാറ്ററിങ്ങിൻ്റെ ഒരു പണിക്ക് പോയേക്കുവാണ്. അപ്പം ചേച്ചിയുടെ മോള് വരാമെന്ന് പറഞ്ഞ്. അപ്പം അവൾ പിന്നെ ചേച്ചിയും ചോറ് തന്നു കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ ചോറുമായിട്ട് മോള് വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇന്ന് കൊടുക്കാൻ പോണത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ജോലികളൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ അവിയൽ റെഡിയായി. പച്ചക്കയും പയറും ഇട്ടൊരു അവിയൽ, അതാകുമ്പോൾ ചോറിനോട് കുഴച്ച് തിന്നാൻ ഒരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ വേറെ കറികൾ ചാള ആയതുകൊണ്ട് പിന്നെ തോനെയും കറികളൊന്നുമില്ല. അപ്പോൾ ഇത് പൊരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. പച്ചമുളകും വെളുത്തുള്ളിയും സവാളയും ഉപ്പും ഒക്കെ ഇട്ട് നമ്മൾ പൊടികളൊക്കെ ഇട്ട് ഒന്ന് അരച്ചെടുക്കും. അപ്പോൾ ചാളയ്ക്ക് നല്ല മണവും കിട്ടും. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളക് പൊടി ഞാൻ ഇടാൻ മറന്നു പോയതുകൊണ്ട് ചാളയ്ക്കകത്ത് തന്നെ നമ്മളിട്ട് എന്നിട്ടത് പുരട്ടി ഇത്തിരി നേരം വെച്ചിട്ട് കുറച്ച് നാരങ്ങാനീരും കൂടെ പിഴിഞ്ഞൊഴിക്കുക കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ ചാള ഫ്രൈക്കുള്ള ഇതും റെഡിയായി. അപ്പോൾ ഇനി നമുക്ക് മീൻ കറി വെക്കണം. മീൻ കറി പിന്നെ നമ്മൾ എപ്പോഴും കാണിക്കാറുണ്ടല്ലോ നമ്മൾ. അപ്പോൾ കറിവേപ്പില ഇട്ട് പുരട്ടി വെച്ചാൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ കടുക് വറുക്കുക. ഇതിപ്പോൾ മോരിനും അവിയലിനും കൂടെ കടുക് വറുക്കണം. കടുക് വറുത്ത് കഴിഞ്ഞ് പിന്നെ മീൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ മീനും പൊരിച്ച് അപ്പോൾ ഇപ്പോൾ 11 മണിയാവാറായി. അപ്പോൾ പെട്ടെന്ന് ജോലി എടുത്താൽ ഞാനാ പോകുന്നതുകൊണ്ട് എനിക്കിനി ഒരുങ്ങിയൊക്കെ വേണ്ടേ. അതുകൊണ്ട് ഞാൻ വെച്ച് പെട്ടെന്ന് അങ്ങ് ജോലി ചെയ്താൽ കൊണ്ട് കൊടുക്കാമല്ലോ. എനിക്ക് കൊടുത്തില്ലെങ്കിൽ എന്തോ മനസ്സിനൊരു വിഷമമാണ് കേട്ടോ. ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയല്ല ചെയ്യുന്നത്, പക്ഷേ വീഡിയോ കാണുമ്പം ഞാൻ പറഞ്ഞില്ലേ ആർക്കെങ്കിലുമൊക്കെ തോന്നിയാൽ ഞാനതുകൊണ്ട് എല്ലാം ഞായറാഴ്ച ഇങ്ങനെ കാണിക്കും കേട്ടോ. അതെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതാ നമ്മളെ കറിയൊക്കെ വെച്ച് തക്കാളി ഇട്ടും തിളയ്ക്കുമ്പോൾ നമുക്ക് മീനിടാം. മീനിട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ കറി. അപ്പോൾ മോരിന് കടുക് വറുത്ത് മീനിട്ട് ഇനി കറി ഇടന്ന് വേവട്ടെ കേട്ടോ. അപ്പോൾ നമ്മളെ കറിയൊക്കെ തിളക്കട്ടെ. അപ്പോൾ ഇനി അടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കാം കേട്ടോ. അപ്പോൾ ആ കറിയെല്ലാം നല്ല വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് അടുക്കളയൊക്കെ ഒരു പരുവായി. ഇനി അടുക്കളയെല്ലാം ഒന്ന് വൃത്തിയാക്കണം. പെട്ടെന്ന് ഞാനും മോളോട് എല്ലാം വൃത്തിയാക്കി. ഇനി ചോറിടണം കേട്ടോ. അപ്പോഴത്തേക്ക് മോള് വരാറായി. ഞാൻ വിളിച്ച് ചേച്ചിയുടെ മോളെ. അപ്പോൾ അവിടെ നിന്ന് ഒരുപതി ചോറുണ്ട് കേട്ടോ. മൂത്ത ചേച്ചിക്ക് ഇന്ന് എന്തോ ബുദ്ധിമുട്ടായിരുന്നു, അതുകൊണ്ട് തരാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ കൂട്ടുകാരി അവൾക്കും ഇന്ന് തരാൻ പറ്റിയില്ല. ഓരോരോ ആവശ്യങ്ങളുള്ളപ്പോൾ പാടല്ലേ, നമുക്കറിയാമല്ലോ. അപ്പോൾ പിന്നെ രണ്ടാമത് ചേച്ചി മോളാണ് വരുന്നത്. അപ്പോൾ അവൾ ചോറുമായിട്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ ചോറിട്ട് ചമ്മന്തിയും വെച്ച് പിന്നെ അച്ചാറും അവിയലും കൂടെ വെച്ചിട്ട് പിന്നെ പൊരിച്ച മീനും വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് തുറക്കുമ്പോൾ ഒരു സന്തോഷമാവട്ടെ അല്ലേ, കഴിക്കുന്നവർക്ക് ഒരു സന്തോഷം. അതുകൊണ്ടാണ് ഞാൻ ചമ്മന്തിയും കൂടെ അരച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് ചോറ് പൊതിയാം. ഇനി മീൻ കറിയും മോരും കൂടെ എടുത്ത് വെക്കണം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇന്ന് ബീച്ചിൻ്റെ അടുത്ത് പോകാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. അമ്മ എല്ലാ ആഴ്ചയും പറയും, അമ്മ ചിന്നക്കടയിൽ പോയാൽ വലുതായിട്ട് ആളില്ല, ബീച്ചിൻ്റെ അടുത്താകുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. അവരെല്ലാം അവിടെ തിട്ടയൊക്കെ ഉറങ്ങാനുള്ള സ്ഥലമൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഞാനും വിചാരിച്ചു എന്നാൽ ഇന്ന് അവിടെ കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ മോളോട് വിളിച്ചപ്പോഴേ പറഞ്ഞു, മോളെ നമുക്കിന്ന് ബീച്ചിൽ പോവാം, അതാകുമ്പോൾ അവിടെ ആളുണ്ടെന്ന് മോന് എല്ലാ ആഴ്ചയും കൊടുക്കുന്നതുകൊണ്ട് മോനറിയാം. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിരുന്നു ആദ്യം പോകുന്നത് കേട്ടോ. പിന്നെ ചെന്നപ്പോൾ അവരെ അവിടെ നിന്ന് അങ്ങ് കാണത്തില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് നേരം പിന്നെ തിരക്കി നിൽക്കണം. ഇതാകുമ്പോൾ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ അവിടെ ഇഷ്ടംപോലെ പേരുണ്ട്. അപ്പോൾ ഞാൻ എന്താ മോരൊക്കെ എടുത്ത് പിന്നെ മീൻ കറി എടുക്കണം കേട്ടോ. മീൻ കറിയും കൂടെ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ചോറ് റെഡിയാക്കി വെച്ചു. അപ്പോൾ ഞാൻ ഒരുങ്ങി റെഡിയായി നിൽക്കും. അപ്പോഴത്തേക്കും മോളിപ്പോൾ വരും. അങ്ങനെ അവൾ പിന്നെ ഒരുപത് ചോറുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ചോറ് തരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എൻ്റെ മൂത്ത ചേച്ചിയും കൂട്ടുകാരിയും എല്ലാ ആഴ്ചയും തരും കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർക്ക് ഈ ആഴ്ച എന്തോ ഒരു ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് പറ്റിയില്ല. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് അവരെ നിന്ന് കളക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഞങ്ങൾ ഇറങ്ങുവാണ്. അപ്പോൾ അവൾ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല കേട്ടോ. അവൾ വണ്ടി വെച്ചിട്ട് ഉമ്മാക്കുഞ്ഞോണ്ട് ചോറ് വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഹെൽമെറ്റ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇടി കുഴപ്പമില്ല, കാണത്തില്ല. അങ്ങനെ പിന്നെ ഞാൻ എടുത്ത് അങ്ങനെ ഞങ്ങൾ രണ്ടുകൂടെ പോവുകയാണ് കേട്ടോ ബീച്ചിലോട്ട്. അപ്പോൾ ബീച്ചിൻ്റെ അടുത്ത് നിന്നപ്പോഴേ ഒരു അപ്പൂപ്പനെ കണ്ട്. അതുകൊണ്ട് ഇപ്പം നടന്ന് നമ്മൾ മുമ്പിൽ കൂടെ പോകുന്ന ആ അപ്പൂപ്പനാണ് ഒരു ചോറ് കൊടുത്തത്. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് നിന്നപ്പോൾ 2 പേരുണ്ടായിരുന്നു കേട്ടോ. പാപം ആ അപ്പൂപ്പൻ ഭയങ്കരമായിട്ട് തൊഴുത് ഭയങ്കര സങ്കടമായിരുന്നു ഇന്ന് കൊടുത്തപ്പോഴേ. അപ്പോൾ ഞാൻ ചോറൊക്കെ കൊടുത്തിട്ട് വന്ന് ഇനി ഞാൻ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നുണ്ട്. ഓക്കേ, ബൈ.